ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു എറർ വരുന്നത് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. എന്നിട്ട് നമുക്കതിൻ്റെ സൊല്യൂഷൻ കൂടെ ഒന്ന് നോക്കാം. അപ്പോൾ എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമ്മളൊരു സെയിൽ സേവ് ചെയ്യുന്ന സമയത്ത് ബാങ്ക്സിൽ നിന്നുള്ള അല്ലെങ്കിൽ ക്യാഷിൽ നിന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ എമൗണ്ട്, അതായത് ഇൻവോയ്സിൻ്റെ ടോട്ടൽ വാല്യൂ നമുക്ക് ബാങ്കിലേക്ക് റിസീവ് ആയിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് ഇതിൻ്റെ എൻട്രി വരുന്നത്. അതേപോലെ തന്നെ ക്യാഷാണ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഫുൾ എമൗണ്ട് നമുക്ക് ക്യാഷിലേക്ക് റിസീവ് ആയി എന്നുള്ളതായിരിക്കും എൻട്രി വരുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഓൾറെഡി ഒരു ആഡ് ചെയ്തിട്ടുള്ളൊരു സെയിൽ റീഎഡിറ്റ് ചെയ്തിട്ട് സേവ് ചെയ്യുമ്പോഴൊക്കെ ആയിരിക്കും കോമൺ ആയിട്ട് നമുക്ക് ഈ ഒരു എറർ വരാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ അതിലേക്ക് ഒരു പേയ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതായത് പ്രീവിയസ്ലി നമ്മൾ മേ ബി ബാങ്ക്സിൽ നിന്ന് ക്ലിക്ക് ചെയ്തിട്ടായിരിക്കും ചെയ്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ക്യാഷിൽ നിന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഈ ഒരു വൗച്ചർ സേവ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഓൾറെഡി ഇതിലൊരു എക്സിസ്റ്റിംഗ് പേയ്മെൻറ്റ് ഇൻഫർമേഷൻ കണക്റ്റഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വീണ്ടും ഫുൾ എമൗണ്ട് ബാങ്കിലേക്ക് വന്നു എന്നുള്ള രീതിയിൽ ഈ ഒരു ബാങ്ക് സെയിൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ എൻട്രി പാസ് ചെയ്യുന്നത് പോസിബിൾ അല്ല. കാരണം അതിന് മുന്നേ ചെയ്തു വെച്ച എൻട്രി ഓൾറെഡി അതിൽ എക്സിസ്റ്റിംഗ് ആയിട്ട് കിടപ്പുണ്ട്. അപ്പോൾ അത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നമുക്ക് ഓൾറെഡി ഉള്ള വൗച്ചർ എൻട്രി ഡിസ്കണക്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ റിമൂവ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു മൈനസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് റിമൂവ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മുടെ ഇവിടെയുള്ള എക്സിസ്റ്റിംഗ് പേയ്മെൻറ്റ് ലൈൻസ് കംപ്ലീറ്റ് ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് റിമൂവ് ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും ബാങ്ക് ഒരു ക്യാഷ് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എഗെയിൻ ഈ ഒരു എൻട്രി സേവ് ചെയ്യാനായിട്ട് പറ്റും. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് റിമൂവ് ചെയ്യാതെ തന്നെ ടോട്ടൽ എമൗണ്ടിലൊന്നും വ്യത്യാസമില്ല, പേയ്മെൻറ്റ് ഇൻഫർമേഷനിലും വ്യത്യാസമില്ല. അതായത് പ്രീവിയസ്ലി നമ്മൾ എന്താണോ ചെയ്തു വെച്ചത് ആ സെയിം രീതിയിൽ തന്നെയാണ് നമുക്കിത് വരേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ബട്ടൺസിന് പകരം നമുക്ക് ഈ ഒരു സേവ് ബട്ടൺ യൂസ് ചെയ്താലും മതിയാകും. ഞാനത് ഒരു എക്സാമ്പിളൂടെ കാണിച്ചു തരാം. ഇപ്പോൾ നമുക്കിവിടെ ഒരു 2000 ഒരു സെയിൽ വരുന്നുണ്ട്. ഈ ഒരു സെയിൽ ഞാൻ എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് ക്വാണ്ടിറ്റിയോ അല്ലെങ്കിൽ ഐറ്റംസ് എന്തെങ്കിലുമൊക്കെ മാറ്റണമെങ്കിൽ നമുക്ക് മാറ്റിയതിന് ശേഷം നമ്മൾ സേവ് ചെയ്യണം. സേവ് ചെയ്യുന്ന സമയത്ത് ഞാൻ വീണ്ടും ഇവിടെ ബാങ്ക് സെയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ പേയ്മെൻറ്റ്സ് ആർ നോട്ട് എംപ്റ്റി എന്നുള്ള എറർ വരും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഇതിന് മുന്നേ നമ്മൾ ബാങ്ക് സെയിൽ നിന്നുള്ള ഒരു പേയ്മെൻറ്റ് ഇവിടെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, ചേഞ്ചസ് വരുത്തിയതിന് ശേഷം ടോട്ടൽ എമൗണ്ടിൽ, അതായത് ഈ 2000 തന്നെയാണ് അതേപോലെ തന്നെ എമൗണ്ട് ടോട്ടൽ വരുന്നത്, അതേപോലെ തന്നെ ബാങ്ക് സെയിൽ തന്നെയാണ് ഇതിൻ്റെ പേയ്മെൻറ്റ് റിസീവ് ആയിട്ടുള്ള മെത്തേഡ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ചേഞ്ചസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം, ഈ ഒരു സെയിൽ വീണ്ടും സേവ് ചെയ്യാം. ഇനി അതല്ല നമുക്ക് എമൗണ്ട് വ്യത്യാസമുണ്ട് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പേയ്മെൻറ്റ് റിസീവ് ചെയ്ത മെത്തേഡിൽ വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ആ പേയ്മെൻറ്റിനെ റിമൂവ് ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും ക്യാഷ് ഓർ ബാങ്ക്, ഇപ്പോൾ ഇത് ക്യാഷിലേക്കാണ് വന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാഷിലേക്ക് തന്നെ കൊടുത്തിട്ട് സേവ് ചെയ്യാനായിട്ട് പറ്റുകയും ചെയ്യും. ഈ രീതിയിലാണ് ഇതിൻ്റെ കാര്യങ്ങൾ വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് സെയിൽ വിൻഡോയിൽ ഇതെങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ സെയിൽ വിൻഡോയിലാണിത് എഡിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ സേവ് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ നമുക്ക് ക്യാഷ് ഓർ ബാങ്കിൻ്റെ ഓപ്ഷൻ വരും, അതേപോലെ തന്നെ ഒരു സേവ് ബട്ടണും വരും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓൾറെഡി ഒരു പേയ്മെൻറ്റ് ലൈൻസ് ഇതിൽ സേവ്ഡ് ആണെങ്കിൽ നമ്മൾ ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പേയ്മെൻറ്റ്സ് ആർ നോട്ട് എംപ്റ്റി എന്നുള്ള മെസ്സേജ് തന്നെയായിരിക്കും വരുന്നത്. അപ്പോൾ നമുക്ക് പേയ്മെൻറ്റ് ലൈൻസ് റിലേറ്റഡ് ഇൻഫർമേഷൻ നമ്മൾ POSൽ ചെയ്ത പോലെ തന്നെ പേയ്മെൻറ്റ് ലൈൻസ് ഇൻഫർമേഷൻ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്കിവിടെ പേയ്മെൻറ്റ് സെൻറ്റർ കാണാൻ പറ്റും. അപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് ഇത് റിമൂവ് ചെയ്യണമെങ്കിൽ ഇവിടുന്ന് റിമൂവ് ചെയ്യാം, അല്ലെങ്കിൽ ഡയറക്റ്റ് ഇവിടുന്ന് സേവ് കൊടുത്തിട്ട് കണ്ടിന്യൂ ചെയ്യാം. ഇനി റിമൂവ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് പുതിയ പേയ്മെൻറ്റ് മെത്തേഡ്സ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എമൗണ്ടിൽ വ്യത്യാസം ഉണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വേണ്ട പേയ്മെൻറ്റ് മെത്തേഡ് സെലക്ട് ചെയ്യാം. അപ്പോൾ ക്യാഷിനാണെങ്കിൽ ക്യാഷ് സെലക്ട് ചെയ്യാം, ബാങ്ക് ആണെങ്കിൽ ബാങ്ക് സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് വേണ്ട അക്കൗണ്ട് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ എമൗണ്ട് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് സേവ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് മൾട്ടിപ്പിൾ സ്പ്ലിറ്റ് പേയ്മെൻറ്റ് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് വേണ്ട അക്കൗണ്ടുകളിലേക്ക് ഇതിനെ മാറ്റി കൊടുക്കുകയും ചെയ്യാം. എന്നിട്ട് ഫൈനലി ഈ ഒരു സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് സേവ് ചെയ്താൽ മതി.